ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി കെയിൻസ്. ഞാൻ റാഫിയാസിസ്. അപ്പോൾ ഇന്ന് കുറച്ച് നോസിൽസ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ നോസിൽസ് എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. അതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ 1M തന്നെയാണ്. എൻ്റെ ഒരുവിധം എല്ലാ കേക്കിലും ഞാൻ ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇതിലുള്ള കുറച്ച് നോസിൽസ് അത്യാവശ്യം വേണ്ട, നിങ്ങൾക്ക് പഠിക്കാൻ ഒരു കേക്ക് ചെയ്യാൻ വേണ്ട അത്യാവശ്യം വേണ്ട കുറച്ച് നോസിൽസൊക്കെ ഞാൻ കാണിക്കാം. ആദ്യം തന്നെ നമ്മളിവിടെ എടുക്കുന്നത് ഇത് നമ്പർ 21 ആണ് കേട്ടോ. നോസിൽ വെയിറ്റിൻ്റെ നമ്പർ 21 വെച്ചിട്ടാണ് നോർമലി എല്ലാ കേക്കിലും ഉണ്ടാവുന്നത്. ഇത് വെച്ചിട്ടുള്ള ഡെക്കറേഷൻ ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ ഒരുവിധം എല്ലാവരും ചെയ്യുന്നൊരു സംഭവമാണ്. ആദ്യം തന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഇങ്ങോട്ട് ബാക്കോട്ടേക്ക് എടുക്കാം. ഇത് ഈ 21 വെച്ചിട്ട് ചെയ്യുന്ന ഒരു സംഭവം. നമ്മൾ ബോർഡറൊക്കെ കൊടുക്കാൻ പറ്റും, വലുതും ചെറുതും ആക്കാനൊക്കെ പറ്റും നമുക്ക് തന്നെ. നമ്മളത് കൺട്രോൾ ചെയ്താൽ മതി കൈകൊണ്ട്. അപ്പോൾ ഇതൊരു ഡെക്കറേഷൻ. പിന്നെ നോർമലി എല്ലാ കേക്കിലും, എൻ്റെ ഒരുവിധം എല്ലാ കേക്കിലും ചെയ്യുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഈ ഒരു ഡെക്കറേഷൻ കണ്ടോ. കുറച്ച് നമ്മൾ ഫ്രണ്ടിലോട്ടാക്കി എടുത്തിട്ട് അതേപോലെ ഇങ്ങനെ ബാക്കോട്ടേക്ക് അത് റിലീസ് ചെയ്തിട്ട് എടുക്കുക, ഇങ്ങനെ ഒരു മെത്തേഡിൽ. അപ്പോൾ ഇതൊക്കെയാണ് ബിഗിനേഴ്സ് നോർമലി ചെയ്യുന്നത്. സെയിം നോസിൽ തന്നെ കേട്ടോ, നമ്പർ 21 വെച്ചിട്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഒരു എഡ്ജസ് നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ടോ? കറക്റ്റായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്താൽ കറക്റ്റാണെങ്കിൽ ഇതിൻ്റെ എഡ്ജസ് നമുക്ക് എടുത്ത് കാണും. ചെറുതും വലുതും ഒക്കെ ആക്കിയത് കാണുന്നുണ്ടല്ലോ. എൻ്റെ ബോർഡ് നോക്കരുത് കേട്ടോ. ബോർഡ് ഞാനിങ്ങനെ പരീക്ഷണാർത്ഥം എടുക്കുന്ന ബോർഡുകളാണ്. കത്തിയുടെ വരകളൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത്, നമ്മളിപ്പോൾ കൊടുക്കാനുള്ളതൊന്നുമല്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബോർഡിൽ ചെയ്തത്. പിന്നെ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യാൻ നമുക്ക് കണ്ടോ, രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ആക്കിയെടുത്തിട്ട്, പിന്നെ ഇതിൻ്റെ കലാവിരുത് കുറേയൊക്കെ നമ്മുടെ കയ്യിൽ തന്നെയാണ്. ഇതിങ്ങനെ റൗണ്ടാക്കി എടുത്തിട്ട് ചെയ്യാം. ഒക്കെ നമുക്ക് ബോർഡിൽ ചെയ്യാൻ പറ്റിയ ഡെക്കറേഷൻസാണ്. അപ്പം ഇത് സെയിം എല്ലാം ഈ 21 നോസിൽ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, ഏകദേശം എല്ലാം നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് വേറൊരു നോസിൽ കണ്ടോ, ഈ ഒരു സംഭവം വെച്ചിട്ട് ചെയ്യാം നമുക്ക്. കുറച്ച് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു നോസിലാണിത്. അപ്പം ഈ നമ്മുടെ കപ്പ് കേക്കിൻ്റെ ഡെക്കറേഷൻസിലൊക്കെ അധികം കാണാൻ പറ്റും. പിന്നെ ഒരു ഡ്രസ്ലെച്ചസ് കേക്കിൽ കാണുന്നൊരു ഡെക്കറേഷൻ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത്. വേറൊരു തരത്തിലുള്ള സ്റ്റാർ, ഒരു പരന്ന രീതിയിലുള്ളൊരു കണ്ടോ. ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ? നമ്മൾ നേരത്തെ 21 ഇതും വെച്ച് ചെയ്തതിലുള്ള ഡിഫറൻസ്. അധികം ഡ്രസ്ലെച്ചസ് കേക്കിൽ ഈ ഒരു ഡെക്കറേഷനാണ് വരും കേട്ടോ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞത്, കപ്പ് കേക്കിൻ്റെ മേലെ അധികം പേരും കൊടുക്കുന്നൊരു സംഭവമാണ്. പിന്നെ സ്റ്റാർട്ടിംഗ് ആയിട്ട് പഠിക്കുന്ന എല്ലാവരും ചെയ്യുന്നൊരു ഡെക്കറേഷനാണ് ഈ ഒരു സംഭവം. അപ്പം ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒക്കെ മേലെ ചെറീസൊക്കെ വെക്കുന്ന രീതിയിലുള്ള ഡെക്കറേഷൻ ഇല്ലേ, അതിനും നമുക്ക് ഈ ഒരു നോസിൽ ഉപയോഗിക്കാം. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് മേലോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. കാണുന്നില്ലേ, ഇങ്ങനെ ആക്കിയെടുത്തിട്ട് ചെറീസൊക്കെ നമുക്ക് വെക്കാവുന്നേ ഉള്ളൂ. അപ്പം ഈ രണ്ടെണ്ണത്തിൻ്റെ ഏകദേശം ചെറിയൊരു ഡെക്കറേഷൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. ഇതായി. ഇനി നമുക്ക് ചെറിയൊരു സ്റ്റാറിൻ്റെ ഒരു ഇത് ചെയ്യാം. നമ്പർ 18 വെച്ചിട്ട്. 21ഉം 18ഉം വളരെ ചെറിയ ഡിഫറൻസേ ഉള്ളൂ കേട്ടോ. നമ്പർ പോലെ തന്നെ ചെറിയ ഡിഫറൻസ് ഇതിനകത്തേ ഉള്ളൂ. കണ്ടോ, ചെറിയ സ്റ്റാർ ആക്കി എടുക്കുക. ഇങ്ങനെ വലിപ്പ വ്യത്യാസം വരും. നമ്മൾ നോസിൽസ് നമ്പർ മാറുന്നതനുസരിച്ച് തന്നെ ആ ഒരു വ്യത്യാസം ഞാൻ കാണുന്നുള്ളൂ. അപ്പം ഇത് നമുക്ക് ബാക്കിയെല്ലാം മറ്റേതിൽ ചെയ്ത സെയിം സംഭവങ്ങൾ തന്നെ ഇതിലും ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം വലുതും ചെറുതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ചെറിയ സംഭവങ്ങളൊക്കെ കണ്ടു. ഇനി നമുക്ക് കുറച്ച് വലിയ നോസിൽസിലേക്ക് പോവാം. ഇത് 1M, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ്, പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് 1M. അപ്പോൾ 1M വെച്ചിട്ട് ഞാൻ എന്താ ചെയ്യുന്നത് നോക്കാം നമുക്ക്. ആദ്യം തന്നെ നമ്മളിതിൽ ചെയ്തെടുക്കുന്നത്, ഈ നമ്മൾ നോർമലി എല്ലാ കേക്കിലും ചെയ്യുന്ന കുറച്ച് വലിയ കേക്കാണെങ്കിലാണ് ഈ ബോർഡർ കൊടുത്ത് നന്നാവും കേട്ടോ. നേരത്തെ 21 വെച്ചിട്ട് ഞാൻ ചെയ്തില്ല, സെയിം സാധനം തന്നെ 1M വെച്ചിട്ടും ചെയ്യുന്നത്. പക്ഷേ കുറച്ച് വലിയ രീതിയിലാണിത് വരിക, വലിയ നോസിലല്ലേ. അപ്പം നമ്മൾ വലിയ കേക്കുകളിലൊക്കെ കൊടുത്താലാണ് ഇതിനൊരു ഭംഗി വരിക. പിന്നെ ഇതേപോലെ നമുക്ക് ഫ്ലവർ പോലെ ഇങ്ങനെ വരച്ചെടുക്കാം. ജസ്റ്റ് ലെഫ്റ്റിലോട്ട് എടുത്തിട്ട് മുകളിൽ കൂടെ വന്ന് താഴോട്ട് എൻഡ് ചെയ്യുന്ന രീതിയിൽ നിന്ന്, പിന്നെ എൻഡ് ചെയ്യുന്നിടത്ത് നിന്ന് നമ്മൾ നെക്സ്റ്റ് ഉള്ള തുടങ്ങണം. അപ്പോൾ ആ എൻഡിൻ്റെ ഇത് കാണത്തില്ല. അപ്പോൾ അതങ്ങനെ ശ്രദ്ധിക്കുക. കണ്ടല്ലോ, നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. വന്നിട്ടില്ലേ? ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പം നമ്മൾ 2 ഡെക്കറേഷൻ ഇതിനെ കൊണ്ട് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇതിൽ തന്നെ നമുക്ക് ഇതുകൊണ്ട് തന്നെ പലതും ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നെക്സ്റ്റ് നമ്മളൊരു സ്റ്റാറാണ് ഇതിനകത്ത് കൊടുക്കാൻ പോകുന്നത്. എല്ലാത്തിലും സ്റ്റാറും നമ്മളെ കയ്യിൽ എന്ത് കിട്ടിയാലും അതിനെ കൊണ്ടൊരു സ്റ്റാർ അങ്ങ് കൊടുത്തേക്കുക. അപ്പോൾ അതെങ്ങനെയാവുമെന്ന് നോക്കുക. അതാണ് ഇതിൻ്റെ മെയിൻ ടെക്നിക്ക്. കണ്ടോ,
ഇതിൻ്റെ സ്റ്റാർ കൊടുത്തിരിക്കുന്നു, അതും ഭംഗിയായിട്ടുണ്ട്. ഞാൻ ഈ ഇതിൻ്റെ അറ്റത്ത് കൊടുക്കുന്ന നിങ്ങൾക്ക് ആ ഡെക്കറേഷൻ എങ്ങനെ ഒരു കേക്കിൽ വന്നാൽ ഭംഗി ഉണ്ടാവുന്ന കാണാനാണ്. ഇതും ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്ത ഡെക്കറേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ബ്ലാക്ക് ഫോറസ്റ്റിൽ ചെയ്യാൻ പറ്റിയൊരു ഡെക്കറേഷനാണ്, സിമ്പിളായിട്ടുണ്ട് തന്നെ. ഈ ഒരു ഡെക്കറേഷൻ്റെ മേലെ ചെറീസൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാണ്. സൈഡ് കാണുന്നുണ്ടോ? നമുക്ക് നല്ല ഭംഗിയായിട്ട് കപ്പ് കേക്കിൻ്റെ മുകളിലൊക്കെ ചെയ്യാൻ പറ്റിയ നല്ല ഡെക്കറേഷനാണ്. ഒരുപാടൊന്നും കൈ വളച്ചെടുക്കാതെ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്താൽ മതി നമുക്കിതിൻ്റെ മുകളിലോട്ടായിട്ട്. മറ്റൊരു ഡെക്കറേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരികയെന്ന് വെച്ചാൽ കാണുന്നില്ല, ജസ്റ്റ് ഇതാ നമ്മളിങ്ങനെ ഒന്നിൻ്റെ അടിഭാഗത്തു നിന്ന് അടുത്തയിലേക്ക് ആക്കിയെടുക്കാം. ഇതെല്ലാം നമ്മൾ ഒന്നുകൊണ്ട് തന്നെ ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ഇതിനെക്കൊണ്ട് പറ്റും. നമ്മൾ ഒരു ട്രൈ ചെയ്തെടുത്താൽ പല രീതിയിൽ നമുക്ക് ഒരു നോസിൽ തന്നെ പല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി നമ്മൾ 2D വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2D റോസറ്റിൻ്റെ ഒക്കെ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് കാണുന്നുണ്ടല്ലോ. ഈ ഒരു രീതിയിൽ നമുക്ക് കറക്കിയെടുത്ത് കൊണ്ടുവരാം. 2D ഇതിൻ്റെ തന്നെ ചെറിയതും നോസിലും നമുക്ക് കിട്ടാനുണ്ട്. പക്ഷേ കുറച്ച് വലിയ കേക്കൊക്കെ ആണെങ്കിൽ ഈസി ആയിട്ട് കേക്ക് ഡെക്കറേഷൻ ചെയ്തെടുക്കാൻ ഈ 2 സംഭവങ്ങൾ കയ്യിലുണ്ടായാൽ മതി. ഒരു സ്റ്റാർ നോസിലും 2Dയും 1mm കയ്യിലുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല നല്ല കേക്കുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഒരു റൗണ്ടാക്കി എടുക്കുകയാണ്, ഒരു ഫ്ലവർ പോലെ ഇങ്ങനെ ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് റൗണ്ടാക്കി എടുത്ത് ഇനി ഇതിനെ കൊണ്ടുള്ള വേറൊരു ഡെക്കറേഷൻ എന്താ, ഇതുപോലെ ജസ്റ്റ് താഴെ വെക്കുക, പ്രസ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യണം. ഇതുപോലൊരു സ്റ്റാർ നമുക്ക് കിട്ടും. നല്ല ഭംഗിയുള്ള എഡ്ജസ് ആയിട്ട് കിട്ടും, കണ്ടില്ലേ? പിന്നെ വേറൊരു മെത്തേഡ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ 1mm ചെയ്ത പോലെ തന്നെ സെയിം സംഭവം, ചെറിയൊരു ഡിഫറൻസ് കാണത്തുള്ളൂ. ഇങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ കൊണ്ടുവരിക. ഒന്ന് വിട്ട് പ്രസ് ചെയ്തുകൊണ്ട് മേലോട്ടേക്ക് കൊണ്ടുവന്ന് നമ്മുടെ പ്രഷർ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പിന്നെ എല്ലാത്തിലുള്ള പോലെ തന്നെ ഈ ഒരു ഡെക്കറേഷന് അതെല്ലാത്തിലും നമ്മൾ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഇതേപോലെ സ്റ്റാർ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നോസിലൊന്ന് തിരിച്ചു കൊടുത്താൽ ജസ്റ്റ് ഒരു ആ ഫ്ലവറിനൊരു ഡിഫറൻസ് കാണിക്കും, ഒരു വളവുള്ള പോലെ തന്നെ. അപ്പം ഇതൊക്കെ നമുക്ക് ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമ്മൾ ഗ്രാസാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഫുട്ബോൾ തീം അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഗ്രാസ് നല്ല ഉപകാരപ്പെടും. നിങ്ങൾക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അത് നമ്മളിപ്പോൾ ചെരിച്ചിടണോ, നിങ്ങൾക്ക് നല്ല ചെറിയ ഗ്രാസ് വേണോ, കുറച്ച് വളഞ്ഞിട്ട് വേണോ, ഏത് രീതിയിൽ നമ്മളെ കൈയിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അനുസരിച്ച് നമുക്കത് മാറ്റിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇഷ്ടം പോലെ അത് കൊടുക്കാൻ പറ്റും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ് ഗ്രാസ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ്. വിപ്പിംഗ് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടാവുന്നൊരു സാധനമാണ് ഗ്രാസ്. പിന്നെ അപ്പോൾ കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണുള്ളത്. പിന്നെ നെക്സ്റ്റ് നമുക്ക് ലീഫ് ഇതുപോലെ കയ്യിലുണ്ടാകുമ്പോൾ ഫ്ലവേഴ്സിനൊക്കെ ആണെങ്കിൽ സൈഡിൽ ലീഫ് കൊടുത്താൽ നന്നായിരിക്കും. അപ്പം നമുക്കിനി ലീഫ് കൊടുക്കാം. ഈ ഒരു ലീഫ് തന്നെ പല രീതിയിലുള്ളതുണ്ട്. അപ്പം ഞാൻ ഈ ഒരെണ്ണമാണ് യൂസ് ചെയ്യുന്നത്. ഇത് നോസിൽ നമ്പർ 68 ആണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. അത് നിങ്ങൾക്ക് ചെറുതാക്കാം, വലുതാക്കാം, കുറച്ച് വീതി കൂടുന്ന രീതിയിലാക്കാം. ലീഫ് ഇതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് പല രീതിയിൽ, വലിപ്പം കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ. ഇനി സെയിം ലീഫ് കൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു സംഭവം, സെയിം നോസ് ലൈനാണ്. കണ്ടോ, മുന്നോട്ടെടുത്ത് ബാക്കോട്ടെടുത്ത് ഇങ്ങനെ അതിൻ്റെ മേലെ ഇങ്ങനെ മടക്ക് പോലെ ആക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ബോർഡറിലൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ കുറച്ച് നോസിൽസ്, അത്യാവശ്യമാണ് നോസിൽസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ ഉപകാരപ്രദമായിട്ടെന്ന് വിചാരിക്കണം. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് ഞാൻ വീഡിയോ ഒന്ന് അടുത്ത പാർട്ട് 2 ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്